ഗുഡ് മോർണിംഗ്. സർഫസ് കെമിസ്ട്രിയിലെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊളോയിഡ്സിനെ കുറിച്ചാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ് ആയിരുന്നു. കൊളോയിഡ്സ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഏതൊക്കെയായിരുന്നു 3 മെത്തേഡുകളുണ്ട്. ഏതൊക്കെയായിരുന്നു പറഞ്ഞാൽ കെമിക്കൽ മെത്തേഡ് പറഞ്ഞു, ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ഓർ ബ്രിഡിക്സാറ്റ് മെത്തേഡ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പെപ്റ്റൈസേഷൻ. ഇനി ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ അവിടെ പ്രിപ്പറേഷൻ, ഇവിടെ പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡൽ സിസ്റ്റംസ്. കൊളോയിഡൽ സിസ്റ്റം, നമ്മുടെ കൊളോയിഡ്സിനെ എങ്ങനെ നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കാം, പ്യൂരിഫിക്കേഷൻ ശുദ്ധീകരിച്ചെടുക്കാം എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡൽ സിസ്റ്റംസ്. ഇനി ആദ്യത്തെ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഈ കൊളോയിഡ്സിനെ പ്യൂരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് നമ്മൾ കൊളോയിഡ്സിനെ പ്യൂരിഫൈ ചെയ്യുക, എന്താണ് പ്യൂരിഫിക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോസസ് ഓഫ് റിഡ്യൂസിങ് impurities to requisite minimum. Process of reducing impurities to requisite minimum. ഒരു പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇമ്പ്യൂരിറ്റീസ് മിനിമം എമൗണ്ട് ആക്കി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സാണ് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സുകൾ. ഇമ്പ്യൂരിറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യല്ല, മിനിമം എമൗണ്ട് ആയിട്ടാണ് കുറയ്ക്കുക. ഇനി ഏതൊക്കെയാവാം ഈ ഇമ്പ്യൂരിറ്റീസ്? ഇലക്ട്രോലൈറ്റ് ആവാം, സോല്യൂബിൾ ഇമ്പ്യൂരിറ്റി ആവാം. 2 ഇമ്പ്യൂരിറ്റീസ് ആണ് ഒരു കൊളോയിഡിൽ ഉണ്ടാവാൻ ചാൻസ്. ഒന്ന് ഇലക്ട്രോലൈറ്റ്, നമുക്കറിയാം പെപ്റ്റൈസേഷൻ എങ്ങനെയാണ്, പ്രിപ്പറേഷൻ മെത്തേഡാണ്. അവിടെ എന്താണ് ഉപയോഗിക്കുക? ഇലക്ട്രോലൈറ്റ്. ദ precipitate ഈസ് shaken വിത്ത് എന്താ സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്. അവിടെ ആ പ്രിപ്പറേഷനിൽ തന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ഒരു ഇമ്പ്യൂരിറ്റി ആവാം. ഇതുകൂടാതെ കൊളോയിഡൽ സൈസിലുള്ള പാർട്ടിക്കിൾസ് അല്ലാതെ സോല്യൂബിൾ ആയിട്ടുള്ള മറ്റു പാർട്ടിക്കിൾസും കൊളോയിഡിൽ ഉണ്ടാവാം. ഈ ഇലക്ട്രോലൈറ്റിനെയും സോല്യൂബിൾ പാർട്ടിക്കിൾസിനെയും മിനിമം എമൗണ്ട് ആക്കി കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡൽ സിസ്റ്റംസ്. എന്താണ്? പ്രോസസ് ഓഫ് റിഡ്യൂസിങ് ഇംപ്യൂരിറ്റീസ് ടു റിക്വസിറ്റ് മിനിമം ഈസ് കോൾഡ് purification of colloidal system. There are 3 methods for the purification of colloidal system. First one is dialysis, second is electrodialysis, and third one is ultrafiltration. Dialysis, electrodialysis and ultrafiltration. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയാണ്, ബൈഹാർട്ട് ചെയ്യുമല്ല. പ്രോസസ്സ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പാകത്തിന് ഓൺ സെന്റൻസിലാണ് എഴുതി വയ്ക്കുക കേട്ടോ. നോക്കിക്കേ, ഡയാലിസിസ് എന്താണ്? ഡയാലിസിസ് നമുക്ക് കുറച്ചൊരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ടേമാണ് കേട്ടോ. അപ്പോൾ ഡയാലിസിസ് എങ്ങനെയാണ് നമ്മൾ കൊളോയിഡ്സിന്റെ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്നതാണ്. നോക്കിക്കേ, റിമൂവിങ് ഡിസോൾഡ് സബ്സ്റ്റൻസ് ബൈ ഡിഫ്യൂഷൻ ത്രൂ സ്യൂട്ടബിൾ മെംബ്രെയിൻ. ഇങ്ങനെയാണ് റിമൂവ് ചെയ്യുവാണ്. ആരെ? ഡിസോൾവ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയൊക്കെ, ആ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാണ്. എങ്ങനെയാണ്? ബൈ പാസിംഗ് ത്രൂ സ്യൂട്ടബിൾ മെംബ്രെയിൻ. ഒരു മെംബ്രെയിൻ ഉപയോഗിച്ച് അരിച്ചു നീക്കുകയാണ് ഡയാലിസിസ് ചെയ്യുന്നത്. The apparatus used for dialysis is called dialyzer. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന അപ്പാരറ്റസ്, ഉപകരണത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഡയലൈസർ. ഇനി ഈ സ്യൂട്ടബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞല്ലോ, അരിപ്പയായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ നമുക്ക് 3 ചാൻസ് ഉണ്ട്. ഒന്ന് പാച്ച്മെന്റ് പേപ്പർ ആവാം, സെല്ലോഫിൻ ഷീറ്റ് ആവാം, അനിമൽ മെംബ്രെയിൻ ഓർ ബ്ലാഡർ ആവാം, അനിമൽ ബ്ലാഡർ ആവാം. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് അരിപ്പയായിട്ട്, ആ മെംബ്രെയിൻ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഈ ഫിഗർ നോക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നോക്കിക്കേ, ഒരു വാട്ടർ ഇന്നും ഔട്ടും ഉള്ള വാട്ടർ സപ്ലൈ, ഫ്രഷ് വാട്ടർ സപ്ലൈ ഉള്ള ഒരു കണ്ടെയ്നർ എടുത്തേക്കുവാണ്. ആ കണ്ടെയ്നറിലേക്ക് നമ്മൾ ഒരു പാർച്ചം പേപ്പറോ സെല്ലോഫിൻ ഷീറ്റോ അനിമൽ ബ്ലാഡറോ ഉപയോഗിച്ചുള്ള ഒരു കണ്ടെയ്നർ ഇറക്കി വയ്ക്കും. ഇത് എങ്ങനെയാണ്? ഈ ഡയാലിസിസിന് ഉപയോഗിക്കുന്ന മെംബ്രെയിൻ വെച്ചുണ്ടാക്കിയ ഒരു കണ്ടെയ്നറാണ്. ആ കണ്ടെയ്നറിനുള്ളിൽ ഏത് കൊളോയിഡിനെയാണോ ശുദ്ധീകരിക്കേണ്ടത്, പ്യൂരിഫൈ ചെയ്യേണ്ടത് കൊളോയിഡിനെ നമ്മൾ ഒഴിച്ചു വയ്ക്കും. ആ കൊളോയിഡിൻ്റെ ഉള്ളിൽ ഈ സമയത്ത് സോൾ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. സോൾ പാർട്ടിക്കിൾസ് ഹാവ് ബിഗർ സൈസ്, അതുകൊണ്ടാണ് ഇച്ചിരി വലുതായിട്ട് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ക്രിസ്റ്റലോയിഡ്സ് ഉണ്ടാവും. ക്രിസ്റ്റലോയിഡ് ആണ് എന്ത്? ഡിസോൾഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് വരുന്നത്. അത് ചെറിയ പാർട്ടിക്കിൾസ് ആണ് ഇതിനുള്ളത്. കൊളോയിഡിൻ്റെ ഉള്ളിൽ സോല്യൂബിൾ ആയിട്ടുള്ള ക്രിസ്റ്റലോയിഡ്സ് ഉണ്ടായിരിക്കും, ഒപ്പം തന്നെ സോൾ പാർട്ടിക്കിൾസും ഉണ്ടായിരിക്കും. ഇനി ഈ നമ്മുടെ ഈ മെംബ്രെയിൻ്റെ പ്രത്യേകത, ഇറ്റ് ഓൺലി അലൗസ് true solution particles to pass through it. അപ്പോൾ ഇതിലിങ്ങനെ ഇരിക്കാൻ നേരം ഇവിടെയൊക്കെ ഫ്രഷ് വാട്ടർ ഉണ്ടല്ലോ, ചെറിയ ട്രൂ സൊല്യൂഷൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡിസോൾഡ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? ദേ പാസ് ടു ഫ്രഷ് വാട്ടർ. പക്ഷെ ആർക്ക് പോരാൻ പറ്റിയില്ല?
കൊളോയിഡൽ പാർട്ടിക്കിൾസിന് പോരാൻ പറ്റില്ല. ദേ വിൽ റിമൈൻ ഇൻ ദ അപ്പാരറ്റസ്. ആ അപ്പാരറ്റസിൽ അല്ല കണ്ടെയ്നറിനുള്ളിൽ അവർ റിമെയിൻ ചെയ്യും. അപ്പോൾ കൊളോയിഡൽ സബ്സ്റ്റൻസിലെ ക്രിസ്റ്റലോയിഡുകളെല്ലാം ഇങ്ങോട്ട് വരും, അത് നമ്മൾ റിമൂവ് ചെയ്ത് എടുക്കും. ഇതിന് ഡയലൈസിങ് മെമ്പറൈൻ വെച്ചിട്ടാണ് ഈ അപ്പാരറ്റസ് ഉണ്ടാക്കുന്നത്. ഈ ഡയാലിസിസ് എന്ന് വെച്ചാൽ ഒരു സ്ലോ പ്രോസസ്സാണ്, വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡയാലിസിസ് അറിയാമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോ ഡയാലിസിസ് വളരെ സിമ്പിളാണ്. The second method for the purification of colloidal systems is electrodialysis. എന്താണ് ഇലക്ട്രോഡയാലിസിസ്? നോക്കാം. ഡയാലിസിസ് ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഡയാലിസിസ് തന്നെയാണ്, ഒരു സാധനം അഡീഷണൽ ആയിട്ടുണ്ട്. ആരാണ്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ അതൊരു പ്ലസ് സൈനും ഒരു മൈനസ് സൈനും ആഡ് ചെയ്യുക. ഒരു പ്ലസ് ഇലക്ട്രോഡ് ഉണ്ടാവും, ഒരു മൈനസ് ഇലക്ട്രോഡ്, ഒരു കാഥോഡ് ഒരു ആനോഡും എവിടെ ഉണ്ടാവും? നമുക്ക് ഇലക്ട്രോഡയാലിസിസിൽ ഉണ്ടാവും. ഇനി ഏത് അവസരത്തിലാണ് നമ്മൾ ഇലക്ട്രോഡയാലിസിസ് സെലക്ട് ചെയ്യുക? ഇലക്ട്രോഡയാലിസിസ് എന്ന് വെച്ചാൽ ഡയാലിസിസ് ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഡയാലിസിസ് ഇസ് എ സ്ലോ പ്രോസസ്. നോർമൽ ഡയാലിസിസ് എങ്ങനെയാണ്? സ്ലോ പ്രോസസ്സാണ്. ഇനി ഇഫ് ദ ഇംപ്യൂരിറ്റി പ്രസന്റ് ഈസ് ആൻ ഇലക്ട്രോലൈറ്റ്, ഇവിടെ എന്തായിരുന്നു? സ്യൂട്ടബിൾ അല്ല സോലിബിൾ ഡിസോൾഡ് സബ്സ്റ്റൻസ് ആണ് കൂടുതൽ ഇംപ്യൂരിറ്റീസ് ഉള്ളത്. ഇനി നമ്മുടെ കൊളോയിഡിലെ ഇംപ്യൂരിറ്റീസ് എല്ലാം തന്നെ കൂടുതൽ ഇംപ്യൂരിറ്റീസും ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ വി ക്യാൻ സെലക്ട് ഇലക്ട്രോഡയാലിസിസ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്. അപ്പോൾ ഇംപ്യൂരിറ്റി ഇലക്ട്രോലൈറ്റ് ആണെങ്കിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഇലക്ട്രോഡയാലിസിസ് ഉപയോഗിക്കുക. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇതേ മെത്തേഡ് തന്നെ ഓപ്പോസിറ്റ് ഇലക്ട്രോൺസ് കൊടുക്കും. അപ്പോൾ ഈ അയോൺസ് ഉണ്ടല്ലോ, ഇതിലുള്ള ഇംപ്യൂരിറ്റീസ് എങ്ങനെയായിരിക്കും? അയോൺസ് ആയിട്ടായിരിക്കും. ഇലക്ട്രോലൈറ്റിൻ്റെ കിടക്കുന്നത്, ഇലക്ട്രോലൈറ്റ് കിടക്കുമ്പോൾ അയോൺസ് ആയിട്ടായിരിക്കും ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും. അവരെന്ത് ചെയ്യും? ദേ മൈഗ്രേറ്റ് ടു ഓപ്പോസിറ്റ് ചാർജ് ഇലക്ട്രോഡ്. ഇപ്പോൾ പ്ലസ് അയോൺസ് മൈനസ് ചാർജിലേക്കും മൈനസ് അയോൺസ് പ്ലസ് ഇലക്ട്രോഡിലേക്കും മൈഗ്രേറ്റ് ചെയ്ത് പോവും. കൊളോയിഡൽ സൊല്യൂഷൻസ് ഇവിടെ ആ അപ്പാരറ്റസിൻ്റെ ഉള്ളിൽ തന്നെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് കിടക്കുകയും ചെയ്യും. അതാണ് ഇലക്ട്രോഡയാലിസിസ് എന്ന് പറയുന്നത്. The last method is ultrafiltration. Ultrafiltration. നമുക്ക് ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് അരിച്ചെടുക്കുന്നത് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഏതൊരു സൊല്യൂഷനിൽ ആ പ്രസിപ്പിറ്റേറ്റിനെ മാത്രം കിട്ടാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫിൽറ്റർ പേപ്പർ വെച്ച് അരിച്ചെടുക്കും. പക്ഷെ നോർമൽ ഫിൽറ്റർ പേപ്പർ അൾട്രാ ഫിൽട്രേഷൻ ഉപയോഗിക്കാൻ പറ്റിയേക്കാം. നോർമൽ ഫിൽറ്റർ പേപ്പറിൽ കൂടെ കൊളോയിഡൽ സൈസിലുള്ള പാർട്ടിക്കിൾസും താഴോട്ട് പോകും. അപ്പോൾ നമുക്ക് മുകളിൽ അരിച്ചെടുക്കാൻ പറ്റിയേക്കാം. ട്രൂ സൊല്യൂഷൻ്റെ പാർട്ടിക്കിൾസും പോകും, കൊളോയിഡൽ സൊല്യൂഷൻ്റെ പാർട്ടിക്കിൾസും എങ്ങോട്ട് പോകും? താഴത്തേക്ക് പോകും. അപ്പോൾ ആ സൊല്യൂഷൻ്റെ ഒപ്പം പോകും. അപ്പോൾ നോർമൽ ഫിൽറ്റർ പേപ്പർ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അൾട്രാ ഫിൽട്രേഷനുള്ള ഫിൽറ്റർ പേപ്പർ ഉണ്ടാക്കുന്നതെന്നാണ്. അൾട്രാ ഫിൽട്രേഷന് വേണ്ടി അൾട്രാ ഫിൽറ്റർ പേപ്പർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇറ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ 4% നൈട്രോസെല്ലുലോസ് ഇൻ ആൽക്കഹോൾ ആൻഡ് ഈതർ. ആൽക്കഹോളിലും ഈതറിലും പ്രിപ്പയർ ചെയ്ത 4% നൈട്രോസെല്ലുലോസിൽ അൾട്രാ ഫിൽറ്റർ പേപ്പർ മുക്കി വയ്ക്കും. അൾട്രാ ഫിൽറ്റർ പേപ്പർ എടുത്തു, അത് എന്തിനും മുക്കി വയ്ക്കുന്നു? 4% സൊല്യൂഷൻ ഓഫ് ആൽക്കഹോൾ നൈട്രോസെല്ലുലോസ് ഇൻ ആൽക്കഹോൾ ആൻഡ് ഈതർ. അങ്ങനെ മുക്കി വെച്ച് കഴിഞ്ഞിട്ട് അതെടുത്തിട്ട് ഹാർഡൻഡ് വിത്ത് ഫോമാൾഡിഹൈഡ്, കുറച്ച് ഫോമാൾഡിഹൈഡ് അപ്ലൈ ചെയ്തിട്ട് ഹാർഡൻ ചെയ്യും, കുറച്ചുകൂടെ ഹാർഡൻ ചെയ്ത് ഡ്രൈ ആക്കി എടുക്കും. അപ്പോൾ കിട്ടുന്ന ഫിൽറ്റർ പേപ്പറിനെയാണ് നമ്മൾ അൾട്രാ ഫിൽറ്റർ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിൽറ്റർ പേപ്പർ 4% നൈട്രോസെല്ലുലോസ് in alcohol and ether, formaldehyde, dry. ഇനി ഇതും ഒരു സ്ലോ പ്രോസസ്സാണ്. അൾട്രാ ഫിൽട്രേഷൻ ഈസ് അഗെയിൻ എ സ്ലോ പ്രോസസ്. ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഫാസ്റ്റർ ബൈ പ്രഷർ സെക്ഷൻ. പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇങ്ങനെ അരിച്ചെടുത്ത് കഴിയുമ്പോൾ മുകളിൽ അൾട്രാ ഫിൽട്രേഷൻ്റെ പേപ്പറിൻ്റെ മുകളിൽ എന്തുണ്ടാവും? നമുക്ക് ആ കൊളോയിഡൽ പാർട്ടിക്കിൾസ് മാത്രമായിട്ട് കിട്ടുക. കൊളോയിഡ് അല്ലല്ലോ കിട്ടുക, പാർട്ടിക്കിൾസാണ് കിട്ടുക. അതിനെ വീണ്ടും കൊളോയിഡ് ആക്കണമെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഡിസ്പേഷൻ മീഡിയത്തിൽ ആ പാർട്ടിക്കിൾസിനെ ഡിസോൾവ് ചെയ്താൽ മതി. അപ്പോൾ വി ഗെറ്റ് കൊളോയിഡ്, ഫ്രഷ് ആയിട്ടുള്ള കൊളോയിഡ് നമുക്ക് കിട്ടും. These are the methods for the purification of colloidal systems: dialysis, electrodialysis and ultrafiltration. ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. താങ്ക് യു.